അസ്സലാമു അലൈക്കും. ഇസ്ലാമിക് സൊല്യൂഷൻ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് സമ്പത്ത് വർദ്ധിക്കാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. കടമില്ലാതെ നല്ല സന്തോഷമുള്ള സമാധാനമുള്ള ഒരു ജീവിതം ഉണ്ടാകാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അതിന് ഫലം ലഭിക്കുക തന്നെ ചെയ്യും. നല്ല സമാധാനമുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ആത്മവിശ്വാസത്തോടു കൂടി ചെയ്യുക. കടം കൊണ്ട് വിഷമിക്കുന്നവർ ഇതുപോലെ ചെയ്താൽ അവരുടെ കടങ്ങൾ വീടി കിട്ടുന്നതാണ്. സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. പ്രാർത്ഥനകൾക്ക് പുറമെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടി ശ്രദ്ധിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കാൻ സാധിക്കുന്നതാണ്. കടമുള്ളവർക്ക് കടം വീടി കിട്ടാനുള്ള പണം അല്ലാഹു തആല നൽകും. നല്ല വിശ്വാസത്തോടെ ചൊല്ലുക. അധ്വാനിക്കുക, നന്നായിട്ട് അധ്വാനിക്കുക. നമ്മൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് അത് നല്ല ആത്മാർത്ഥമായിട്ട് അധ്വാനിച്ച് തന്നെ ചെയ്യുക. എന്നാൽ നമുക്ക് ഉറപ്പായിട്ടും അതിൽ നിന്ന് നല്ല വരുമാനം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇന്ന് സ്ത്രീകളും ജോലിയൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ. ട്യൂഷൻ എടുത്തിട്ടും ഫുഡ് ഡെലിവറി ചെയ്യുന്നതായിട്ടും സ്റ്റിച്ചിങ്ങും അങ്ങനെ തുടങ്ങിയ പലവിധ തൊഴിലുകളുണ്ടല്ലോ. അതൊക്കെ ചെയ്തിട്ട് നല്ലതുപോലെ അധ്വാനിച്ചാൽ അതിൽ നിന്ന് നല്ല വരുമാനം കിട്ടുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കിട്ടുന്ന പണം നല്ല ഉദ്ദേശത്തിനാവണം ചെലവഴിക്കേണ്ടത്. തെറ്റായ ഒരു കാര്യത്തിനോ എന്തിനോ എടുക്കാൻ പാടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ നമുക്ക് നല്ല ബർക്കത്തുണ്ടാകും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഫർള് നിസ്കാരം കളാക്കാതെ കൃത്യമായിട്ട് നിസ്കരിക്കുക. ജോലിക്ക് പോകുന്നവർ കളാവാതെ നോക്കി നിസ്കരിക്കുക. സുബിയും കളാക്കാതെ നിസ്കരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുറേ പേർ സുബി കളാക്കുന്നവരുണ്ടാകും, അവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. സുബി ഒഴിവാക്കിയാൽ നമ്മുടെ അന്നത്തെ ദിവസം പോക്കാണ്. ഒരു കാര്യവും നമുക്ക് ശരിയായിട്ട് വരില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്. അവരുടെ പൊരുത്തം നമുക്ക് വേണം. മാതാപിതാക്കളുടെ ശാപം ലഭിച്ചാൽ നമ്മൾ എവിടെയും എത്തൂല. അതുകൊണ്ട് എപ്പോഴും അവരുടെ പൊരുത്തത്തിൽ വേണം നമ്മുടെ ജീവിതം ഉണ്ടാവാനായിട്ട്. അവരെ സ്നേഹിക്കുകയും അവരുടെ പൊരുത്തം നേടുകയും ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് സ്വതക്ക നൽകുക. നമ്മൾക്ക് എത്രയാണോ കിട്ടുന്ന പണം അതിൽ നിന്ന് നമ്മൾ സദക്ക ചെയ്താൽ അതിൽ നമുക്ക് ബർക്കത്ത് വന്നുകൊണ്ടേയിരിക്കും, പണം കൂടിക്കൊണ്ടേയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൊടുക്കും തോറും കിട്ടുമെന്നല്ലേ ചൊല്ലാറ്. അതുകൊണ്ട് സദക്ക ഏറ്റവും നല്ലൊരു പുണ്യപ്രവൃത്തിയാണ്. പലിശ വാങ്ങുന്നതിൽ നിന്നും കൊടുക്കുന്നതിൽ നിന്നും പിന്മാറുക. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ച് ഇനി അങ്ങനത്തെ കാര്യത്തിലേക്കൊന്നും പോവാതിരിക്കുക. പലിശ കൊടുക്കുന്നതും വാങ്ങുന്നതും ഹറാം തന്നെയാണ്. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. കഴിയുന്നത്രയും തെറ്റിൽപ്പെടാതെ ആരെക്കുറിച്ചും മോശപ്പെട്ടൊന്നും പറയാതെ നല്ലതായിട്ട് തന്നെ ജീവിക്കുക. എന്നാൽ നമുക്ക് അല്ലാഹു തആല എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷിപ്പിച്ചൊരു സൂറത്താണ് സൂറത്തുൽ വാഖിയ. സമ്പന്നത ലഭിക്കാൻ ഏറ്റവും വലിയൊരു സൂറത്താണ് സൂറത്തുൽ വാഖിയ. ദിവസത്തിൽ ഒരു പ്രാവശ്യം സൂറത്തുൽ വാഖിയ ഓതിയാൽ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകുകയില്ല, സമ്പത്ത് നമ്മളിൽ വന്നു ചേരും. അത്രയ്ക്കും പവർഫുള്ളായ ഒരു സൂറത്താണ് സൂറത്തുൽ വാഖിയ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്ന് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ സാമ്പത്തികമായിട്ട് വളരെ വിഷമത്തിലാണ്, അതിനെന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നും പ്രഭാതത്തിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ ചൊല്ലുക. ഇതിൻ്റെ അർത്ഥം നോക്കാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അല്ലാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു, അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. സുബ്ഹാനല്ലാഹിൽ അലീം, മഹാനായ അല്ലാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അസ്തഗ്ഫിറുല്ലാഹ്,
അല്ലാ എനിക്ക് നീ പുറത്തു തരണമേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. സുബിക്ക് മുമ്പായിട്ടോ ശേഷമായിട്ടോ ചൊല്ലാം. 100 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. നല്ല ആത്മാർത്ഥമായിട്ട് ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അള്ളാ അതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ചൊല്ലിയിട്ട് ഫലം കിട്ടിയൊരു കാര്യമാണിത്. അതുകൊണ്ട് ആത്മാർത്ഥതയോടെ കൂടി ചൊല്ലുക. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മടങ്ങിയെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചൊല്ലി. ഇപ്പോൾ സമ്പത്ത് എന്നിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്കും പവർഫുള്ളായ ഒരു ദിക്റാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല ആത്മാർത്ഥതയോടെ ചൊല്ലുക. അതിന് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഇനി നമുക്ക് മുത്തുനബിയുടെ പേരിൽ 100 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലാം. സ്വലാത്ത് ചൊല്ലുന്നത് മൂലം നമ്മുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളൊക്കെ അല്ലാഹു തആല സാധിച്ചു തരുമാറാകട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല മാറ്റി തരുമാറാകട്ടെ. ആമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വഅഹ്ലിഹി. 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 അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വഅഹ്ലിഹി.
اللهم صل على النور وأهله. اللهم صل على النور وأهله. اللهم صل على النور وأهله. اللهم صل اللهم صل على النور وأهله. 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 اللهم صل على النور وأهله.